സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. പോഷക മാസാചരണത്തിന് വടകരയിൽ തുടക്കമായി. പോഷക ന്യൂനതയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ട ചികിത്സയും മറ്റ് ഇടപെടലുകളും നടത്തുക എന്നതാണ് പോഷണ മാസാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. പരിപാടിയുടെ ഭാഗമായി വടകര അർബൻ ICDS 3rd സെക്ടർ പ്രോഗ്രാം പുതുപ്പണം ശ്രീരാമാനന്ദ ഓഡിറ്റോറിയത്തിൽ വടകര മുനിസിപ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു ഗുണകരമായ കാര്യമുണ്ടായില്ലേ, ഈ ഇവര് കുട്ടികൾ മിക്സായിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് ഭാഷയിൽ കൂടെ കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടി കഴിയും. ചെറിയ മക്കളാണ് ആശയവിനിമയത്തിൽ ഏറ്റവും കൂടുതൽ ഇവർക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുക. അങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരിടപെടലാണ് ഇത്. 3ാമത്തെ സെക്ഷൻ്റെ പരിപാടിയാണ് ഇവിടെ വെച്ച് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. നിങ്ങളെല്ലാവരെയും കാണാനും 2 വാക്ക് സംസാരിക്കാനും പറ്റിയതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. DTPO ആരിഫ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഷൈനി ആശംസകൾ നേർന്നു. ഫുഡ് സേഫ്റ്റി ഓഫീസർ അമയ KV, ICDS സൂപ്പർവൈസർമാരായ ജാസ്മിൻ, ഷീബ, ബബിത തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. ഷൈനി ബെൻ നന്ദി പറഞ്ഞു. കേരളീയർ ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷേ അതിൽ എത്രത്തോളം പോഷകം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊന്നും നമ്മളാരും തന്നെ ശ്രദ്ധിക്കാറില്ല. പോഷക സമ്പുഷ്ടമായ ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് നമ്മൾ കരുതുന്നത്. യാതൊരുവിധ സാമ്പത്തിക സഹായവും ഇല്ലാതെ തന്നെ അവർ വളരെ നല്ല രീതിയിൽ തന്നെ ഈ പരിപാടികൾ ഇവിടെ നടത്താൻ വേണ്ടിയിട്ട് എല്ലാ സഹായ സഹകരണങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ വീടുകളിൽ തന്നെ നല്ല രീതിയിൽ കൃഷികളും പച്ചക്കറികളും നെല്ല് വരെ നമ്മുടെ മുൻ തലമുറകൾ ഉണ്ടാക്കിയിരുന്ന ഭക്ഷണങ്ങളായിരുന്നു. അവർ വിഷരഹിതമായ ഭക്ഷണങ്ങളായിരുന്നു കഴിച്ചിരുന്നത്. ഈ കാലയളവിൽ നമ്മളെല്ലാവരും തന്നെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ജോലിക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. നമ്മൾക്കൊന്നും നേരവുമില്ല. ഉള്ള സമയങ്ങളിൽ തന്നെ നമ്മൾ മൊബൈലും TV ഒക്കെ ആയിട്ട് കഴിയുകയാണ്. അമ്മമാരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ ഓരോ വീടുകളിലും ഒരു ചെറിയ അടുക്കളത്തോട്ടം തന്നെ നിർമ്മിച്ചിട്ട് നല്ല വിഷരഹിതമായ പച്ചക്കറികളും പോഷക സമ്പുഷ്ടമായ ഭക്ഷണങ്ങളും നമ്മുടെ വരും തലമുറയ്ക്ക് വിഭാവനം ചെയ്യാൻ നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. ഗുണമേന്മയുള്ള ഭക്ഷണത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും പോഷണ നിലവാരം ഉള്ള ഭക്ഷണം കഴിക്കുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പോഷകാഹാരത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ വടകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ തുഷാർ ക്ലാസ് എടുത്തു. നമ്മൾ പുറത്തുനിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്ത് അവർ കഴിക്കാറുണ്ടോ? നോൺ വെജ് കഴിക്കാറുണ്ടോ? ഇല്ല, അവർ കഴിക്കില്ല. അവരുടെ ഒരു ഭക്ഷണശീലമുണ്ട്. അവർ ശീലിച്ച് പോരുന്നൊരു ഭക്ഷണശീലമുണ്ട്. ആ ഭക്ഷണശീലമാണ് അവരെ ഈ രോഗത്തിൽ നിന്നൊക്കെ അകറ്റി നിർത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള അമ്മമാരുടെ ഒരു പ്രധാന പരാതിയാണ് മിക്കവാറുള്ള കുട്ടികൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അടിക്കടി ഈ കുട്ടികൾക്ക് ജലദോഷം പനിയാണ്. അംഗൻവാടി പോയി തുടങ്ങിയോ പിറ്റേ ദിവസം മുതൽ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മാറി 2 ദിവസം നല്ല ഉഷാറായിട്ടിരിക്കും. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പനി, ജലദോഷം, കാര്യങ്ങളതല്ല. എന്തുകൊണ്ടാണ് വരുന്നത്? നല്ല രീതിയിലുള്ള ഭക്ഷണം ചെല്ലാത്തത് കൊണ്ടാണ്. അത് കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണം കുട്ടികൾ ചെല്ലണം. ORC ട്രെയിനർ സിബി ജോസ് മികച്ച രക്ഷിതാക്കൾ എന്ന വിഷയത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു. തുടർന്ന് രക്ഷിതാക്കൾക്കുള്ള പോഷകാഹാര പാചക പ്രദർശന മത്സരവും നടന്നു. മത്സരത്തിൽ സെന്റർ നമ്പർ 57 പേപ്പിൾസ് അംഗൻവാടിയിലെ രക്ഷിതാവ് 1ാം സ്ഥാനവും സെന്റർ നമ്പർ 84 മൂരാട് മിഷൻ കോമ്പൗണ്ട് അംഗൻവാടിയിലെ രക്ഷിതാവ് 2ാം സ്ഥാനവും സെന്റർ നമ്പർ 66 കോട്ടയാട് താഴ അംഗൻവാടിയിലെ രക്ഷിതാവ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മത്സരം കാണാനും ഭക്ഷണത്തിന്റെ രുചി ആസ്വദിക്കാനും നിരവധി പേർ എത്തിച്ചേർന്നു.